നമസ്കാരം. ഇന്നൊരു ഡെയിലി റൊട്ടീനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ നെത്തോലിയൊക്കെ കാണുന്ന നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കും പൂച്ചക്കുട്ടന്മാർക്കാണ് കേട്ടോ. അപ്പോൾ അവർക്കത് എളുപ്പമാണല്ലോ. അപ്പോൾ മീൻ വെക്കാനായിട്ട് കിട്ടിയ മറ്റേ കണമ്പുണ്ടല്ലോ, ആ മീനാണ് കിട്ടിയത്. അപ്പം ഞാൻ അത് തന്നെ ആദ്യമേ വെക്കുകയാണ്. കാരണം ഇതായി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നാരൂന് മീൻ കറി കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, പുതിയ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ കുറച്ച് നമ്മുടെ മുളക് പൊടിയൊക്കെ ലൂസിന് വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഈ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതെന്തോ ഒരുമാതിരി പൊടി കലക്കി കണക്കിരുന്നു കേട്ടോ. ഒരു 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 സുഖമില്ലാത്തൊരു മുളക് പൊടിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും മുളക് പൊടിയോ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വാങ്ങി യൂസ് ചെയ്ത് നോക്കി, പറ്റുകയാണെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ. എന്നാലും കറി വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഇതേപോലെ ഒന്ന് പറ്റിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇഡലിക്ക് വെച്ചേക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചേക്കാം കേട്ടോ. എനിക്കും നാരൂനുള്ള വെള്ളമാണ്. അപ്പോൾ അടുത്തത് ഞാൻ തിളപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലിട്ടേക്കുന്ന മറ്റേ ദാഹശമനിയാണ് കേട്ടോ. ഇതിപ്പോൾ ഈ പൊങ്ങി കിടന്നാലും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതങ്ങ് താഴെ പൊയ്ക്കോളും. പിന്നെ ഞാൻ കല്ലുമ്മക്കായൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചത് റോസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ ആയി. അങ്ങനെ ഇതൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നാരൂന് രാവിലെ നമുക്ക് ഇഡലിയും മീൻ കറി ഉള്ളതുകൊണ്ട് അതും കൂടെ കൊടുത്താൽ കഴിച്ചോളും. എനിക്കാണെങ്കിൽ ഇഡലി ദോശയുടെ കൂടെയൊക്കെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാമ്പാർ കൂട്ടിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം, ഇഡലിയുടെ കൂടെയൊക്കെ. കാരണം എൻ്റെ വീട്ടിൽ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നാരു കൂട്ടില്ല. നാരൂന് അത്ര ഇഷ്ടമല്ല. ഒരു നേരമൊക്കെ വെച്ചതിൻ്റെ പേര് എടുക്കത്തേ ഉള്ളൂ. സാമ്പാർ ഇനി എത്ര കുറച്ച് വെച്ചാലും കൂടിപ്പോവും. അത് നിങ്ങൾക്കും അങ്ങനെ പറ്റാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എത്ര കുറച്ച് സാമ്പാർ വെച്ചാലും കുറേ സാമ്പാർ കാണും. പിന്നെ അത് ഞാൻ 2-3 ദിവസം വെച്ചിരുന്നിടത്ത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ സാമ്പാർ വെക്കാൻ പോകാറില്ല. എൻ്റെ വീട്ടിൽ സാമ്പാർ, അതേപോലെ നമ്മുടെ അവിയൽ, ഇതൊന്നും കാണാനേ പറ്റില്ല കേട്ടോ. കാരണം അവിയൽ നാരും കൂട്ടില്ല, ഞാനും കൂട്ടില്ല. വെച്ചതിൻ്റെ പേര് ഒരു നേരമൊക്കെ കൂട്ടിയായി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കല്ലുമ്മക്കായ ഞാൻ ഇവിടെ വെച്ചേക്കാണ്. കല്ലുമ്മക്കായയിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ കുറച്ച് കോൺഫ്ലോർ കേട്ടോ, ഒരു നുള്ളു കോൺഫ്ലോറും ഗരം മസാലയും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് ഞാൻ ഇവിടെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പം ഒരു സവാളയും പിന്നെ ഒരു 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇത് ചതച്ചതും കൂടെ ഒന്ന് കുറച്ച് എണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ചിട്ടിട്ട് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ഒന്ന് ആയി വരാനായിട്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ്, അത്രയേ ഉള്ളൂ എൻ്റെ ഒരു കല്ലുമ്മക്കായ റോസ്റ്റ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് നാരൂന് ഞാൻ ഇവിടെ ഇഡലി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡലിയും മീൻ കറിയാണ് രാവിലത്തെ ഫുഡ്. പിന്നെ കൂടെ ഞാൻ കുറച്ച് തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1-2 പീസ് കഴിച്ച് ഇല്ലെങ്കിൽ അവൻ കഴിക്കില്ല. പിന്നെ ബാക്കി ഞാൻ ഉച്ചയ്ക്കോ രാത്രിയോ വല്ലതുമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ മീൻ കറിയൊക്കെ ആണെങ്കിൽ ആൾക്ക് ഫുഡൊക്കെ ഭയങ്കര രീതിയിൽ പോകും. കാരണം മീൻ കറി മസ്റ്റാണ് ഇവിടെ. മീൻ കറി നാരൂന് വേണം. ഇപ്പോൾ ഒരു കറിയില്ലെങ്കിലും ഒരു മീൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നാരൂൻ്റെ ഒരു സ്പെഷ്യൽ പരിപ്പ് കറിയുണ്ട്, അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അത് നാരൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കറിയും ഇതേപോലെ എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി ആൾക്ക്. അങ്ങനെയൊക്കെ അങ്ങ് ഫുഡ് കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് കറി വേണമെന്നില്ല, പക്ഷെ മീൻ കറി ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം എന്നുള്ളൊരു രീതിയാണ് കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഇവിടെ കുറച്ച് മുതിര ഇരുന്നതും കൂടെ എടുത്തിട്ട് ഒന്ന് ഈ ഉലർത്തിയെടുക്കില്ലേ, അതേപോലെ ഒന്ന് ചെയ്തിട്ടാ. പിന്നെ എനിക്കൊരു നമ്മുടെ കരിമീൻ ഉണ്ടല്ലോ, അതെടുത്തൊന്ന് ഗ്രില്ല് ചെയ്ത് ഞാൻ ഉച്ചയ്ക്ക് ഒരു കരിമീനും കുറച്ച് ആ തണ്ണിമത്തം ഇരുന്നതുമാണ് കേട്ടോ കഴിച്ചത്. ആരുവിനെ 3 മണിയായപ്പോൾ ചോറ് കഴിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയതാണ്. ഇതെവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, അമ്മ കുറേ ദിവസമായിട്ട് പറയുന്നു അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്, ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നാവട്ടെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്തായാലും വിചാരിച്ച് ഇന്ന് പോവാം. കാരണം കല്യാൺ സിൽക്സിൽ എങ്ങാണ്ട് ആഡിയോ ഓഫർ നടക്കുകയാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞെന്ന് അമ്മ പറഞ്ഞു. അതായത് നമ്മുടെ ഇവിടെ TV യിൽ കണ്ടിട്ടേ. അപ്പോൾ ഇന്ന് പോയാൽ ഓഫറിന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയി അമ്മേനെ വീട്ടിൽ പോയി വിളിച്ചിട്ടാണ് ഈ വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ഇരിക്കുന്നതാണ് അമ്മ. ഞങ്ങൾ പോയത് നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിലാണ്.
അപ്പം നിറയെ ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കൂടിയ ഡ്രസ്സും ഉണ്ട്, കുറഞ്ഞ ഡ്രസ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മ പിടിച്ചേക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതൊക്കെ കണ്ടോ, അതൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു കേട്ടോ. വെറും 375 രൂപയ്ക്ക് കോട്ടൻ്റെ ആടി സെയിൽ ഓഫറിൽ ഇട്ടായിരുന്നു കേട്ടോ. 375 രൂപ ഉള്ളായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 2 എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ പോയി എടുത്തു നോക്കൂ കേട്ടോ, നല്ലതാണ്. അങ്ങനെ അമ്മ ഒരു 5-10 ഡ്രസ്സ് എടുത്തായിരുന്നു കേട്ടോ. നല്ല ഓഫറിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കൂടിയതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ടോട്ടൽ നമുക്ക് ഇത്രയും 10 ഡ്രസ്സ് എടുത്തിട്ട് പോലും 6000 രൂപ ആയുള്ളൂ. കാരണം അത്രയും കുറഞ്ഞ ആ ഒരു ഓഫറിൽ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താരതയെ അവിടുത്തെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ അതിങ്ങനെ 2ആയിട്ടാണ് ബില്ല് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളെടുത്ത സാധനവും പിന്നെ മേലിലിരിക്കുന്ന അമ്മ എടുത്ത സാധനമാണ്. കാരണം നമ്മൾ കാറിലേ ഈ അച്ഛൻ രാത്രി വന്നിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈ കാറിൽ ഈ എടുത്ത് പിന്നെ മാറ്റാൻ ഭയങ്കര മെനക്കേടായതുകൊണ്ട് പിന്നെ അത് 2ആയിട്ട് ബില്ല് ചെയ്ത്, അപ്പോൾ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നാരുദേ വന്നിട്ട് ഇവിടെ ടോക്കൺ, നമ്മുടെ ബാഗ് ഉണ്ടല്ലോ ആ ചുരിദാറിൻ്റെയൊക്കെ, അതൊക്കെ അവിടെ കൊടുത്തേ. അങ്ങനെ ടോക്കൺ കൊടുത്ത് നാരുദേ അതും വാങ്ങിച്ചുകൊണ്ട് ദേ വരികയാണ്. അപ്പം നമ്മളിതേ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് അപ്പമായിരുന്നു കേട്ടോ ഒന്ന്. ഞാൻ ഓൾറെഡി അപ്പത്തിനുള്ള മാവ് അരച്ച് ബീഫ് കറിയും വെച്ചിട്ടാണ് പോയത്. അപ്പം വന്നിട്ട് അപ്പവും ബീഫ് കറിയും, ഞാൻ ബീഫ് കറിയൊന്നും ചൂടാക്കി അപ്പവുമായിട്ട് കഴിച്ചിട്ടാണ്. അപ്പം ഞാൻ രാത്രിയായി വന്നപ്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു അപ്പവും കുറച്ച് ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ.